എന്റെ വലിയേട്ടാ, ഈ കാറ് പറക്കുന്ന കാറാണെങ്കില് നമ്മൾ എന്തിനാ ഇത് റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകുന്നത്? അതുകൊണ്ടല്ലേ ഇപ്പൊ കാട്ടി കുടുങ്ങിയത്. എന്റെ മോട്ടു പറന്നു പോകാഞ്ഞത് വളരെ നന്നായില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ മോളിൽ നിന്ന് താഴേക്ക് വീണാന്. റേഡിയേറ്ററിലെ വെള്ളം തീർന്നു പോയി. എവിടുന്നെങ്കിലും നിങ്ങൾ കുറച്ച് വെള്ളം സംഘടിപ്പിക്കും. എവിടെയെങ്കിലും പോയി നമുക്ക് വെള്ളം അന്വേഷിച്ചിട്ട് വരാം. പൊളിക്കടുത്തല്ലോ കാട്ടിനകത്ത് സിംഹം ഉണ്ടാവും, ചെലപ്പോ പുലി ഉണ്ടാവുന്നേ. വെള്ളം അന്വേഷിക്കാൻ പോയിട്ട് അവസാനം അവരുടെ ഭക്ഷണമായി മാറരുതേ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങെത്തും. എത്ര മനോഹരമായ കാടാണ്. എന്ത് നല്ല ലൊക്കേഷനാണ്. മോട്ടു, ഇത് കണ്ടോ? ടുക് ടുക്കിനെ സൂക്ഷിക്കാന്നൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ടുക് ടുക്ക് എന്ന് പറഞ്ഞ ആ ചെറിയ പട്ടിക്കുട്ടി ആയിരിക്കും എന്നാ. നീ ധൈര്യമായിട്ട് അകത്തോട്ട് വാ പത്ലു. എനിക്കൊരു പട്ടിനെയും പൂച്ചനെയും പേടിയില്ല. ഇതേതാണ് ഐറ്റം? ഇതേതോ രാക്ഷസനാണ്, ഓടിക്കോ. എന്റെ ഉകുലു പുകുലു മോനെ, ഞങ്ങള് പോയിക്കോട്ടെ. ഞങ്ങള് കുറച്ച് വെള്ളം അന്വേഷിച്ചിറങ്ങിയതാ. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഫുട്ബോൾ പോലെ തട്ടി കളിക്കുന്നത്? എന്റെ വലിയേട്ടാ, ഞങ്ങൾക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയത് ക്ഷമിക്ക്. മോട്ടു, മനസ്സിന്റെ ധൈര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. നീ ധൈര്യം സംഭരിച്ച് എന്റെ കൂടെ നിക്ക്. എന്റെ പത്ലു, നീ പറയുന്നത് ശരിയാ. ഇത്രയും വലിയ രാക്ഷസന്റെ കൂടെ വഴക്കിടാൻ പാടില്ല. പ്ലീസ് പ്ലീസ്. അതിന് വഴക്കിടുന്ന കാര്യം ആരാ പറഞ്ഞത്? വേഗം വാ, നമുക്ക് ഒരുമിച്ച് നിന്ന് നിലവിളിക്കാം. രക്ഷിക്കണേ. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ടുക് ടുക് ഉണ്ട് അകത്ത്, സൂക്ഷിക്കണമെന്ന്. പിന്നെന്തിനകത്ത് വന്നു? എന്റെ രാക്ഷസന്റെ അച്ഛ, ഞങ്ങൾ എങ്ങനെ അറിയാനാ നിങ്ങളുടെ ടുക് ടുക്കിന് ഇത്രേ വലുപ്പമുണ്ടെന്ന്? സാറേ സാറേ, നിങ്ങളാരാ? പിന്നെ ഇയാളാരാ? ഇതെന്റെ മകനാണ്. കുട്ടിക്കാലത്ത് ഇവൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇവനെ ഒന്ന് തടിവെപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മരുന്ന് ഇവനിൽ പ്രയോഗിച്ചതാ. നിർഭാഗ്യം എന്ന് പറയട്ടെ, അവനിപ്പോ ഇങ്ങനെ വലുതായി. എന്റെ ടുക് ടുക്കിന്റെ അച്ഛ, ഞങ്ങളെ രക്ഷിക്കൂ. നിങ്ങൾ ഇവനെ പിടിച്ചു നിർത്ത്. ഞങ്ങള് പോവാ. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവന്റെ കൂടെ കുറെ നേരം കളിച്ചിട്ടേ പോകാവൂ. ഓ, അപ്പൊ ഇവന്റെ കളിയൊക്കെ കഴിഞ്ഞാ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുമല്ലേ? കളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ ലഞ്ചിന് കഴിക്കണോ അതോ ഡിന്നറിനോ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൻ കഴിക്കില്ല, ഡയറ്റിങ്ങിലാണ്. എനിക്ക് തോന്നുന്നത് ഇവൻ
കുത്തി കുത്തി തിന്നോട്ട് വട്ടം വട്ടം ധാരങ്ങ. മോട്ടു വേഗം തീർന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ആലോചിച്ചിട്ട് എന്താ കാര്യം? ഓടിക്കോ. ഞാൻ ഇൻസ്പെക്ടർ ചിങ്കത്തിന് ഫോൺ ചെയ്യാം. ഗൂഗിളോ ഗൂഗിളോ ഗൂ. ഹലോ ചിങ്കം സാറേ, വേഗം വാ ഇവിടേക്ക്, കാട്ടിലേക്ക്. ഗുഹേന്ദ്രൻ എങ്ങനെ കിടന്ന് ആടുന്നത്? ഇവിടെ എന്താ അകത്ത് മൊത്തം ഇത്ര നനവ്? ഇതെങ്ങനെയാ പെട്ടെന്ന് ഇരുട്ടായി പോയത്? എന്റെ ദൈവങ്ങളെ, താങ്ക്സ് a lot. ഇവന്റെ ലഞ്ചിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരെ രക്ഷിച്ചതിന് താങ്ക് യു ദൈവമേ. മോട്ടു ഓടുമ്പോഴും താങ്ക്സ് ഒക്കെ പറയാലോ. ഓടിക്കോ. രക്ഷിക്കണേ. വേണ്ട. വേണ്ട. സിക്സാ ഗൂഗിളോ ഗൂഗിളോ. രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മോട്ടു. മതി എന്റെ ടുക്ടുക്ക് മോനെ, മതി. ഇപ്പൊ തന്നെ എല്ലാം രണ്ടും പോട്ട് ഇളകിയിരിക്കുക. ഗൂഗിളോ ഗൂഗിളോ ഗൂ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്ക്. പക്ഷേ ഓടുന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞേക്കല്ലേ, കാരണം ഇനി എനിക്കൊരു ഓടാൻ വയ്യ. ഐഡിയ. ടുക് ടുക് ചേട്ടാ, എനിക്കിപ്പോ വല്ലാത്ത ഉറക്കം വരുന്നുണ്ട്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ. അതേ പത്തലു, നിന്റെ ഐഡിയ വളരെ നല്ലോണം വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. പക്ഷേ ആദ്യം ആരെ കഴിക്കൂ? പത്തലു, നീ ഉറങ്ങാനാണോ ഐഡിയ കൊടുത്തത്, അല്ല ലഞ്ച് ഡിന്നർ തിന്നാനോ? എല്ലാം നശിപ്പിച്ചല്ലോ നീ. മര്യാദക്ക് കളിച്ചോണ്ടിരുന്ന ചെറുക്കനെ വിശപ്പുണ്ടാക്കി കളഞ്ഞില്ലേ നീ? മുകളിലുള്ളവരെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ചിങ്കം സാറേ, ചിങ്കം സാറേ, രക്ഷിക്കണേ. ചിങ്കം സാറേ, ചിങ്കം സാറേ, ഞങ്ങൾ ഇവിടെയാണ്. രക്ഷിക്കണേ. നോക്കട്ടെ ചിക്കൻ സാറേ. ഓടിക്കടുത്തല്ല. ഓടിക്കോ. ഓയ് മോട്ടു, നിന്റെ സമൂസ ഇന്നാ പിടിച്ചോ. ഇയാളെന്നെ അടിച്ചു. എന്തു പറ്റി? വാട്ട് ഹാപ്പൻ? പപ്പ
ഇവന്മാരെന്നെ അടിച്ചു. നിങ്ങൾ എന്റെ മകനെ അടിച്ചോ? നിങ്ങൾ എങ്ങനെ? എന്തിന്? കുറെ നേരമായി ഇവൻ ഇത് തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഞങ്ങളെ കൊണ്ട് ഫുട്ബോൾ കളിച്ചു, ഞങ്ങളൊന്നും മിണ്ടിയില്ല. ക്രിക്കറ്റും കളിച്ചു, അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പമ്പരം പോലെ എടുത്തിട്ട് കറക്കി, അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോഴോ ഞങ്ങളെ എടുത്ത് തിന്നാൻ നോക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പറയണ നിനക്ക് എന്ത് കളിയാണോ കളിക്കേണ്ടത്? ചെവി കേട്ടുവിടണ നിനക്ക് പറയണ. ചെവി എന്തിനാ പൊന്തി പിടിച്ച് നിൽക്കുന്നേ? പറയണ രാക്ഷസ. നിലവിളിക്കേ, ഇനിയും നിലവിളിക്കേ. നിങ്ങളുടെ നിലവിളി കാരണം അവൻ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പറ, നീ ഞങ്ങളെ തിന്നുവോ? പറയാൻ, നീ ഞങ്ങളെ തിന്നുവോന്ന്? താങ്ക് യു, താങ്ക് യു. നിങ്ങൾ എന്റെ മകനെ ചെറുതാക്കി തന്നു. താങ്ക് യു. ബൈ ബൈ ടുക് ടുക്. ഞങ്ങള് നിന്റെ കൂടെ കളിക്കാനേ പിന്നീട് ഒരു ദിവസം വരാം. ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം കളിക്കുമോ? എല്ലാം കളിക്കാം. ബൈ ബൈ.